നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് യമുന ആ സത്യങ്ങൾ തിരിച്ചറിയുവാണ്. ജയപാലൻ ഞങ്ങൾ വീട്ടിലുണ്ട്, എന്നിട്ടാണ് കള്ളത്തരം പറഞ്ഞിരിക്കുന്ന വീട്ടിലില്ല, വില്ലാതിരില് നിർമ്മാലയം തൊഴാൻ പോയതാന്നുള്ള കാര്യം. പിന്നീട് യമുന ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. വിശാല് ഓർത്തത് എന്തു പറ്റി, പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് പോയെന്ന്. അതിനുശേഷം അകത്തേക്ക് വരുവാണ്. ആ സമയത്ത് ഗംഗയും കാവേരിയും ശാരദയൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാങ്കുകാര് ജപ്തി നടപടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജയപാലൻ അങ്കിള് വന്നാലല്ലേ നമുക്ക് അങ്കിളിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്കിള് സ്ഥലത്തില്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം യമുന പറഞ്ഞു, അതിന് അങ്കിള് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്കിള് വില്ലാതിരിക്ക് പോയത് വെറുതെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി ചോദിച്ചു, അതെങ്ങനെ ചേച്ചിക്ക് അറിയാന്ന് ചോദിച്ചു. അത് കേട്ടതും യമുന പറഞ്ഞു, അത് പിന്നെ ഞാൻ വിശാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോളേജ് 2 ദിവസം കഴിഞ്ഞിട്ടോ വരത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ജയപാലൻ ഞങ്ങളുടെ സംസാരം അവിടെ കേട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശാരദയ്ക്ക്. ശാരദ പറഞ്ഞു, പിന്നെ അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. തോന്നിയതല്ല, ഞാൻ വിശാലിനോട് ചോദിക്കുകയും ചെയ്തു, അങ്കിൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരിടത്തും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അങ്കിളിന് നല്ല മാറ്റമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, എന്ത് മാറ്റം? എന്തൊക്കെയോ അങ്കിൾ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഇതേ കാവേരി, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ജയപാലേട്ടനെ എനിക്ക് മുമ്പ് തൊട്ട് അറിയാവുന്ന നല്ല സ്നേഹമുള്ള മനുഷ്യനാ. ഇന്ന് വരെ ഒന്ന് ചതിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, പക്ഷെ എനിക്ക് അത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, വേണ്ടാത്ത ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണ്ട. പറഞ്ഞത് കേട്ടല്ലോ, കൂടുതൽ ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എന്താണെങ്കിലും ജയപാലേട്ടൻ ഒരിക്കലും ആരും ചതിക്കാനൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കാവേരി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ഗംഗേച്ചന്റെ കല്യാണ തലേദിവസം അച്ഛൻ എവിടെയെങ്കിലും പോയായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. പോയായിരുന്നു, ജയപാലൻ അങ്കളെ കാണാനെന്ന് പറഞ്ഞായിരുന്നു. ജയപാലൻ അങ്കളിന്? അതേനെ, അന്ന് നീ ഡാൻസ് കളിക്കാൻ പോയില്ലേ, നീ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നത് കേട്ടു, എനിക്ക് ജയപാലിനെ ഒന്ന് കാണണം എന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ നീ വന്നേ, അമ്മ നിന്നെ അടിക്കാനിട്ട് ഓടിച്ചില്ലേ. അതിനുശേഷം അച്ഛന് ജയപാലൻ ഞങ്ങളെ കാണണമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് വന്ന ശേഷം അച്ഛൻ്റെ മുഖം ആകെപ്പാടെ മാറിയിട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരവസ്ഥയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ യമുന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? ശാരദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ശാരദ പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, ആകെപ്പാടെ ഇനി ഒരു ആശ്രയമുള്ള ജയപാലേട്ടൻ മാത്രം. പറഞ്ഞത് കേട്ടല്ലോ, അവൾമാർ ഓരോന്നൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ്. പക്ഷെ എന്തോ കാവേരിക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാധമ്മയും ശാരദയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ശാരദ പറഞ്ഞു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ലമ്മേ. 4 പെൺകുട്ടികളെയും വെച്ച് അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ അകലെയാണെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? രാധമ്മ പറഞ്ഞു, നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വയസ്സനാം കാലത്ത് ഇതൊക്കെ കാണണ്ടേം കേൾക്കണ്ടേ ഗതികേട് എനിക്കുണ്ടായല്ലോ. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പം എൻ്റെ മോൻ പോയി, എനിക്ക് ആരുമില്ലാതായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധമ്മ ഇരുന്ന് കരയുവാണ്. അപ്പോഴേക്കും ഗംഗയും കാവേരിയും കൂടെ പുറത്തു പോകാനുള്ള വേഷത്തിൽ വരുവാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാന്ന് ചോദിച്ചു. പുറത്തു വരെ പോണെന്ന് പറഞ്ഞു. രാധം പറഞ്ഞു, അച്ഛൻ മരിച്ചു ഒരാഴ്ച പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എന്ത് പറയും? അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ആൾക്കാരെ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ജീവിക്കണ്ടേ? എന്തായാലും ജോലി ചെയ്തല്ലേ മതിയാവുള്ളൂ, അല്ലാതെ വീട്ടിനകത്ത് കയറി തന്നെ എല്ലാവരും കൂടെ കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയം ശാരദ ചോദിച്ചു, നിങ്ങളിത് എങ്ങോട്ടാടി പോണേന്ന് ചോദിച്ചു. ജയപാലങ്കളിൽ നിന്ന് കാണണം, അങ്കിളിനെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എടി, അതിന് ഇനി സമയമുണ്ടല്ലോ അമ്മേ, ഭാഗ്യന്റെ കാര്യല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴും ഏത് സമയത്ത് അവര് വരണേന്ന്. അങ്ങളിനെ കണ്ട് ഭാഗ്യനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം. അതും പറഞ്ഞ് ഗംഗയും കാവേരിയും കൂടെ അവിടെ നിന്ന് പോയി. അവര് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നീലയുടെ അടുത്തേക്ക് ശാരദ എന്നിട്ട് പറഞ്ഞു, മോളെ ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കണം. വേണ്ടമ്മ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞ് എങ്ങനെയാ ശരിയാന്നേ, പനി വന്നിട്ട് നീ ഒന്നും കഴിക്കുന്ന പോലും ഇല്ലോന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധം പറഞ്ഞു, അത് ശരിയാ, എന്തേലും ആഹാരം കഴിച്ചാലേ നിനക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. ആ സമയത്താണ് പുറത്ത് ഭാഗ്യകാർ വരുന്നത്. അപ്പോഴേക്കും യമുന അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഭാഗ്യകാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും യമുനയ്ക്ക് ഭയങ്കര പെപ്രാളമായി. യമുന വന്നിട്ട് പറഞ്ഞു, അമ്മേ ഭാഗ്യകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നേ? അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശാരദ ഇറങ്ങി ചിന്തിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ, കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് ജപ്തി ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതിനായിട്ടും പണം അടച്ചില്ലല്ലോ, നിങ്ങൾക്ക് നോട്ടീസ് തന്നല്ലേ, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങൾക്ക് വീട് പൂട്ടി വീട് സീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരദ പറഞ്ഞു,
ഈ വീട് ജപ്തി ചെയ്യാനോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ ജപ്തി ചെയ്യുന്ന എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോഴേക്കും ബാങ്കിലെ സ്റ്റാഫ് പറഞ്ഞു, മാഡം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്താൽ മതിയാവുള്ളൂ. പിന്നെ ഞങ്ങളെ അങ്ങനെ ഇറക്കി വിടുന്നൊന്ന് കാണണം. എന്താണല്ലോ എൻ്റെ അരവിന്ദേട്ടൻ പോയി, ഇനിയിപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് ഇട്ടിട്ട് കഥവും കൂടെ അടയ്ക്കുവാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അതേ സമയത്ത് ഗംഗയും കാവേരിയും കൂടെ പ്രവീണയായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. പ്രവീണ് പറഞ്ഞു, നിങ്ങൾ വേണ്ടേ അനുജിത്തിമാർക്ക് ധൈര്യമൊക്കെ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ അമ്മയ്ക്കും അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഇപ്പൊ അരവിന്ദേട്ടൻ പോയെന്നോർത്ത ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയില്ല ആൻറ്റി. അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ. എവിടെ തുടങ്ങണം ഒന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബാങ്കുകാരുടെ കാര്യം കൂടെ. അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയപാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രവീണ് പറഞ്ഞു, ദേ ഇവർ കുറച്ച് സമയമായി വന്നിട്ട് ജയപാലേട്ടനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. അല്ല, നീ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല, വേണ്ടാന്ന് പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്നും പറഞ്ഞുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ ഉടനെ നീ അങ്ങോട്ട് വേണ്ടെന്ന് നോക്കണം, നീ പോയി ഇവർക്ക് കഴിക്കാൻ എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രവീണെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് പ്രവീണ് പറഞ്ഞു, അതെ നിലയ്ക്ക് നല്ല പനിയാന്നൊക്കെയാ ജയപാലേട്ട പറഞ്ഞത്. അത് സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗംഗയും കാവേരിയും കൂടെ സംസാരിക്കുകയാണ്. അങ്കിളെ എന്ത് ചെയ്യണമെന്നറിയില്ല, ബാങ്കിലാണെങ്കിൽ ലോണുണ്ട്, ലോൺ കിട്ടിയിട്ടില്ലെന്നാ പറയണേ, സത്യമാണോ അങ്കിളെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, അതെ ലോൺ അടച്ചിട്ടില്ല. അല്ല അങ്കിളെ, ഞങ്ങൾ കരുതിയിരുന്ന അച്ഛൻ ആ പണമൊക്കെ അടച്ചു കാണുന്ന. എവിടുന്ന്? അതിന് അരവിന്ദൻ അതിന് പണം തന്നെങ്കിലല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ. കുറച്ച് നാളായിട്ട് അരവിന്ദൻ പണമൊന്നും അങ്ങനെ തരുന്നില്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോൾ ഗംഗയും കാവേരിയും പരസ്പരം നോക്കുവാണ്. അപ്പോഴേക്കും കാവേരി ചോദിച്ചു, അല്ല അപ്പൊ അച്ഛൻ പണം വിട്ട് തരുന്നില്ലായിരുന്നു അങ്കിളിന്റെ അക്കൗണ്ടിലേക്ക്? എവിടുന്ന് പണം വിട്ട് തരാനായിട്ടാ? കുറച്ച് നാളായിട്ട് അവനങ്ങനെ കഷ്ടകാലം വരുന്നു. എന്താ ഏതാണെന്നും എനിക്കറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പണമൊന്നും തരാത്തോണ്ട് എനിക്കും ബാങ്കിൽ അടയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പ്രവീണ കഴിക്കാനായിട്ട് കൊണ്ടുവരുവാണ്. ഈ സമയത്താണ് യമുന വിളിക്കുന്നത് കാവേരിയുടെ ഫോണിലേക്ക്. ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ബാങ്കുകാർ ഇവിടെ ഒന്ന് ജപ്തി ചെയ്യാനായിട്ട് നിൽക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി കാവേരിക്ക്. പെട്ടെന്ന് കാവേരി കോള് കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഗംഗേച്ചി നമുക്ക് പെട്ടെന്ന് പോകാം വീട്ടിലേക്ക്, ബാങ്കുകാർ അവിടെ വന്നിട്ടുണ്ട്. അങ്കിളെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം, ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വന്നിരിക്കുക, ഞങ്ങളെ രക്ഷിക്കണം അങ്കിളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ജയപാലൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രവീൺ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ ജയപാലേട്ട? പിന്നെ ഞാൻ അങ്ങോട്ട് എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ടാ? എന്താ ജയപാലേട്ട ഇങ്ങനെ പറയണേ? ജയപാലേട്ടൻ അങ്ങോട്ട് ചെന്നില്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണേ? ഓ ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് പ്രവീണയോട്. ജയപാലൻ ഒട്ടും അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം അയാളാണല്ലോ ഇതിന്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ. ഇതേ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് വിനീത് കടയിലിരിക്കുകയാണ്. അപ്പോഴേക്കും നെവിൻ അങ്ങോട്ട് വന്നു. നെവിൻ വന്നിട്ട്, ഇതെന്താ ഈ ചായ പോലും കുടിച്ചിട്ടില്ലോ, ഇതെന്താ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. എന്തോ എനിക്ക് ചായ പോലും കുടിക്കാൻ തോന്നില്ല, എന്താണെന്നറിയില്ല, ഒന്നും തയ്ക്കാൻ പോലും പറ്റുന്നില്ല, എപ്പോൾ നോക്കിയാലും അമ്മാവനാണ് മനസ്സ് നിറയെ എന്ന് പറഞ്ഞു. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലടാ. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും നെവിനെ, നിനക്കറിയാലോ. ഇനിയിപ്പോൾ അവരുടെ കാര്യം, ഗംഗയുടെ യമുനയുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാവുമെന്ന് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കുക, നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ലല്ലോ അങ്കിളിന് ഇങ്ങനെ സംഭവിച്ചേ. ഇപ്പൊ ഒരു പക്ഷേങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാനും പദ്ധതിയും കാണും എന്നൊക്കെ പറഞ്ഞ് നെവിന് അവനെ ആശ്വസിപ്പിക്കുകയാണ് വിനീതിനെ. ആ സമയത്താണ് വിനീതിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നിളയാണ് കോള് വിളിച്ചത്. പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു, വിനീതേട്ടാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഇവിടെ ബാങ്കുകാർ വന്നിട്ടുണ്ട്, ജപ്തിയാന്നൊക്കെ പറയണേ, എല്ലാവരും ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനീതിന് ടെൻഷനായി. വിനീത് പറഞ്ഞു, മോള് വെച്ചോ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നെവിൻ ചോദിച്ചു, എന്താടാ? അതേ ബാങ്കുകാർ വന്നിട്ടുണ്ട്, ജപ്തി നടപടികളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ബാങ്കുകാർ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശാരദ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ വീട് പൂട്ടിയിലകത്തുനിന്ന്. അങ്ങനെ പോലീസ് അങ്ങോട്ട് വന്നു. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കുകാർ എന്ത് ചെയ്തു, ജപ്തി നോട്ടീസിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്, കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ. ഒടുവിൽ പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശാരദയോട് നില പറഞ്ഞു, അമ്മേ നമ്മളെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു. ഒടുവിൽ പോലീസുകാർ വന്ന് കഥ തുറപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിത് എന്ത് മര്യാദകടാ കാണിക്കണേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പൈസ അടയ്ക്കാതെ വന്നു കഴിയുമ്പോൾ ജപ്തി നടപടിക്ക് വന്നു കഴിയുമ്പോൾ കഥ കടച്ച് കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്തേ കോർട്ട് ഓർഡർ ഉണ്ട്, നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, പറ്റില്ല, ഇതെന്റെ അരവിന്ദേട്ടൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വീടാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ ഒരുക്കുമല്ല എന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണെങ്കിൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾ കിറക്കേണ്ട വരൂന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ പോലീസുകാരി അങ്ങോട്ട് ചെന്നിട്ട് ശാരദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ആ സമയത്താണ്
ഗംഗയും കാവേരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. കാവേരി പെട്ടെന്ന് നിന്നിട്ട് ആ പോലീസുകാരുടെ കൈക്കും കൂടെ പിടിച്ചു. എൻ്റെ അമ്മയെ തൊട്ടു പോയേക്കലെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ്. ഒരു നിമിഷം പോലീസുകാർ വരെ ഞെട്ടിപ്പോയി കാവേരിയുടെ ഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഒടുവിൽ അവരെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.